പിന്നെയുള്ള പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഇപ്പോൾ തുടക്കത്തെ 2-3 ദിവസമൊക്കെ നല്ല ഉറക്കമായിരിക്കും. സോ നമുക്ക് ഫീഡ് ചെയ്യുക, അവരുറങ്ങുമ്പോൾ കൂടെ നമ്മൾ ഉറങ്ങുക. പിന്നെ നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യണം. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വാഷ്റൂമിൽ പോകണം. പിന്നെ കക്കൂസി പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ. ഫസ്റ്റ് 2 days നമുക്ക് കക്കൂസി പോകാൻ പറ്റത്തില്ല. പിന്നെ അവർ വേണമെങ്കിൽ മരുന്ന് വെച്ചിട്ടാണ് കക്കൂസി പോവുക. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് കക്കൂസി പോകാൻ പറ്റുന്നില്ല, സോ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല വെയിറ്റ് ചെയ്യാതെ പ്രശ്നം ഉണ്ടാവില്ല, 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും, നീ നോർമലായിട്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ബ്രെഡ്, കഞ്ഞി, അങ്ങനെ ലൈറ്റായിട്ടുള്ളത്, അത് ഹെവി ആവട്ടെ, ജ്യൂസ് അങ്ങനത്തെ ഒക്കെ കഴിക്കാനാണ് പറഞ്ഞത്. എരിവുള്ളതൊന്നും തീരെ കഴിക്കാൻ പാടില്ല, എണ്ണ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള ഫുഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്നെ ഹസ്ബൻഡാണ് എൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂപ്പരാണ് എന്നെ വാഷ്റൂമിൽ കൊണ്ടുപോയിരുന്നതും എൻ്റെ പാഡ് ചേഞ്ച് ചെയ്ത് തന്നിരുന്നതും ഒക്കെ മൂപ്പരാണ് ചെയ്ത് തന്നിരുന്നത്. മമ്മിയുള്ള സമയത്ത് മമ്മി ചെയ്യും, ഹസ്ബൻഡുള്ള സമയത്ത് ഹസ്ബൻഡ് ചെയ്യും. ഹി വാസ് സോ ഹെൽപ്ഫുൾ, സോ സപ്പോർട്ടീവാണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോഴും ഞാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. മൂപ്പരാണ് എനിക്ക് അങ്ങനെ അത്രയും കെയറിങ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ് ആക്ച്വലി സ്പീക്കിംഗ്. ഐ എം സോ ലക്കി ഫോർ ദാറ്റ്. ചിലവരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം ഈ വീഡിയോ കാണുന്നവരിൽ പലവരുടെ ഹസ്ബൻഡ് അതൊക്കെ ഒരു അറപ്പായിട്ട് കാണുന്നവരായിരിക്കാം, മേ ബി അങ്ങനെയുള്ളവരുണ്ടാവാം. അല്ലെങ്കിൽ അത് ചെയ്യാൻ മടിയുള്ളവർ, അതൊക്കെ അമ്മ ചെയ്തു തരുമല്ലോ, അല്ലെങ്കിൽ നിനക്ക് വേറെ ആരെങ്കിലും ചെയ്യാലോ, അനിയത്തി ചെയ്തു തരുമല്ലോ, ചേച്ചി ചെയ്തു തരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവായിരിക്കും. പക്ഷെ ഞാൻ പറയാലോ, നിങ്ങൾ ഹസ്ബൻഡ്സ് ആരെങ്കിലും, ആണുങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്യാണ്, നിങ്ങളുടെ ഭാര്യേൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. പ്രായമായി നിങ്ങൾക്ക് വയ്യാണ്ടി ആകുമ്പോൾ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക. അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇതും. എന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മളൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. സോ നമ്മൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളെ സഹായിക്കേണ്ടത് ഭർത്താവുമാർ തന്നെയാണ്. കാരണം ഓഫ് കോഴ്സ് അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഐഡിയലി സ്പീക്കിംഗ്, ഈ കുഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ ഒരാളുടെ ഉത്തരവാദിത്വം അല്ലല്ലോ, രണ്ടുപേരുടെയും കൂടി ഉള്ള ഒരു ഉത്തരവാദിത്വം അല്ലേ. സോ നമ്മൾ റിക്കവറായിട്ട് വരേണ്ടത് അവരുടെയും കൂടി ഒരു ആവശ്യമാണ്. സോ അത് മാക്സിമം ഹെൽപ്പ് ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ഇരിക്കുക. എനിക്ക് എൻ്റെ കൂടെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡും അമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അമ്മ വീട്ടിൽ പോവുമായിരുന്നു. സോ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പര് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാഡ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും എന്നെ ബാക്കി എല്ലാ കാര്യത്തിനും എന്നൊക്കെ ഇരുത്താനും കിടത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എന്നെ കുളിപ്പിക്കുന്നത് അമ്മയായിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം മുതലാണ് നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയുക. സോ അപ്പോൾ നമ്മൾക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ, അതുവരെ നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല. ഞാൻ വാഷ്റൂമിലും പോയിട്ടുണ്ടായിരുന്നില്ല, യൂറിൻ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ.